ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, SS ലോഗോസ് ക്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2025 ലോഗോസ് ക്യൂസ് പരീക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 100 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ചോദ്യം: നീ ആരുടെ മകനാണല്ലോ എന്നാണ് ഗിലെയാദിന് സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ ജഫ്തായോട് ചോദിച്ചത്. ഉത്തരം: അന്യസ്ത്രീയുടെ. 2. ജഫ്തായോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നത് ആരാണ്? ഉത്തരം: ഒരു നീച സംഘം. 3. ആര് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ എന്നാണ് ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായോട് പ്രതിവദിച്ചത്? ഉത്തരം: കർത്താവ്. 4. ഗിലെയാദുകാർ എഫ്രായിംകാരെ തകർത്തു കളയാനുണ്ടായ കാരണം എന്തായിരുന്നു? ഉത്തരം: ഗിലെയാദുകാർ എഫ്രായിമിൻ്റെയും മനാസേയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രായിംകാർ പറഞ്ഞതുകൊണ്ട്. 5. ഷിബ്ബോലത്ത് എന്ന് ഉച്ചരിക്കാതെ എന്തു പറഞ്ഞാലാണ് ഗിലെയാദുകാർ അഭയാർത്ഥിയെ ജോർദാന്റെ കടവുകളിൽ വച്ച് കൊല്ലുന്നത്? ഉത്തരം: സിബ്ബോലത്ത് എന്ന് പറഞ്ഞാൽ. 6. മനോവയുടെ ഭാര്യയ്ക്ക് 2ാം പ്രാവശ്യം ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടത് എവിടെ വച്ചാണ്? ഉത്തരം: വയലിൽ വച്ച്. 7. നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കില്ല, എന്നാൽ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് ഡാഷ് അർപ്പിക്കുക. ന്യായാധിപന്മാർ 13:16 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: ദഹനബലിയായി. 8. മനോവ ആട്ടിൻകുട്ടിയെ ധാന്യബലിയോടുകൂടി എങ്ങനെയുള്ള കർത്താവിന് പാറപ്പുറത്തു വച്ച് അർപ്പിച്ചു എന്നാണ് ന്യായാധിപന്മാർ 13:19 പറയുന്നത്? ഉത്തരം: അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന്. 9. എന്തുകൊണ്ട് നാം തീർച്ചയായും മരിക്കും എന്നാണ് മനോവ തൻ്റെ ഭാര്യയോട് പറഞ്ഞത്? ഉത്തരം: ദൈവത്തെ കണ്ടതുകൊണ്ട്. 10. കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ വച്ചാണ്? ഉത്തരം: മഹനേദാനിൽ വച്ച്. 11. നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിച്ഛേദിതരായ ഫിലിസ്ത്യരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് എന്ന മാതാപിതാക്കളുടെ ചോദ്യത്തിന് സാംസൺ പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഉത്തരം: അവളെ എനിക്ക് തരുക, അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. 12. അവളെ എനിക്ക് തരുക, അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് സാംസൺ പറഞ്ഞപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ മനസ്സിലാക്കാതിരുന്നത് എന്താണ്? ഉത്തരം: അത് കർത്താവിൻ്റെ ഹിതമാണെന്ന്. 13. സാംസൺ മാതാപിതാക്കൾക്ക് തേൻ ഭക്ഷിക്കാൻ കൊടുത്തപ്പോൾ അവരോട് പറയാതിരുന്ന കാര്യം എന്ത്? ഉത്തരം: ചത്ത സിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തത് എന്ന്. 14. ന്യായാധിപന്മാർ 14:20 അനുസരിച്ച് സാംസന്റെ ഭാര്യ ആരുടെ ഭാര്യയാണ് ആയത്? ഉത്തരം: അവൻ്റെ മണവാളത്തോഴൻ്റെ. 15. ഒരു ആട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്ന സാംസൺ താൻ എവിടെ പ്രവേശിക്കട്ടെ എന്നാണ് അവളുടെ പിതാവിനോട്
ചോദിച്ചത്? ഉത്തരം, എൻ്റെ ഭാര്യയുടെ ശയനമുറിയിൽ. 16. ന്യായാധിപന്മാർ 15:2 പ്രകാരം സാംസന്റെ ഭാര്യയുടെ പിതാവ് അവനോട് ആരെ സ്വീകരിക്കാനാണ് ആവശ്യപ്പെട്ടത്? ഉത്തരം, ഭാര്യയുടെ ഇളയ സഹോദരിയെ. 17. ന്യായാധിപന്മാർ 15:7 അനുസരിച്ച് ഫിലിസ്ത്യർ അഗ്നിക്കിരയാക്കിയത് ആരെയെല്ലാമാണ്? ഉത്തരം, സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും. 18. 16:1 പ്രകാരം സാംസൺ പോയത് എവിടേക്കാണ്? ഉത്തരം, ഗാസയിലേക്ക്. 19. ന്യായാധിപന്മാർ 16:26 അനുസരിച്ച് സാംസന്റെ കയ്യിൽ പിടിച്ചിരുന്ന ബാലനോട് സാംസൺ പറഞ്ഞതെന്താണ്? ഉത്തരം, ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിൻ്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ. 20. സാംസൺ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് എത്ര വർഷമാണ്? ഉത്തരം, 20 വർഷം. 21. മിക്കായുടെ അമ്മ ഏൽപ്പിച്ച 200 വെള്ളി നാണയങ്ങൾ കൊണ്ട് തട്ടാൻ നിർമ്മിച്ചത് എന്ത്? ഉത്തരം, ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും. 22. ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് നീ ദൈവത്തോട് ആരാഞ്ഞറിയുക. ന്യായാധിപൻ 18:5 പ്രകാരം ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം, ദേശം ഒറ്റുനോക്കാൻ വന്നവർ മിക്കായുടെ പുരോഹിതനോട് പറഞ്ഞത്. 23. സീദോന്യരെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായിരുന്ന ജനങ്ങൾ ഉണ്ടായിരുന്നത് എവിടെയാണ്? ഉത്തരം, ലായിഷിൽ. 24. ഏത് താഴ്വരയിലാണ് ലായിഷ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം, ബെത്ലഹേമിലുള്ള താഴ്വരയിൽ. 25. പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതരായിരുന്നത് ആരാണ്? ഉത്തരം, മോശയുടെ പുത്രനായ ഗെർഷോമിൻ്റെ പുത്രൻ ജോനാഥാനും പുത്രന്മാരും. 26. ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ഡാഷ് സഭയിൽ ഹാജരായി. ന്യായാധിപന്മാർ 20:2 അനുസരിച്ച് പൂരിപ്പിക്കുക. ഉത്തരം, ദൈവജനത്തിൻ്റെ സഭയിൽ. 27. ബെഞ്ചമിൻ ഗോത്രജരായ 700 ഇടത്തുകയ്യന്മാർ എപ്രകാരമുള്ളവരായിരുന്നു? ഉത്തരം, ഒരു തലമുടിയിഴയ്ക്ക് പോലും ഉന്നം തെറ്റാത്ത കവണക്കാർ. 28. അടയാളമായി പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തണമെന്ന് തമ്മിൽ പറഞ്ഞൊത്തിരുന്നത് ആരെല്ലാമാണ്? ഉത്തരം, ഇസ്രായേൽക്കാരും പതിയിരിപ്പുകാരും. 29. എവിടം മുതൽ എവിടെ വരെ പിന്തുടർന്നാണ് ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ നിശ്ശേഷം പരാജയപ്പെടുത്തിയത്? ഉത്തരം, നോഹാഹ് മുതൽ കിഴക്ക് ഗിബയ വരെ. 30. ആരുടെ പിൻതലമുറയാണ് നിത്യനിന്ദയ്ക്ക് പാത്രമാകുന്നത്? ഉത്തരം, പാപികളുടെ സന്താനങ്ങളുടെ. 31. പ്രഭാഷകൻ 41:8 ആരോടാണ് നിങ്ങൾക്ക് കഷ്ടം എന്ന് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം, അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തോട്. 32. ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് എവിടേക്കാണ് പോകുന്നത്? ഉത്തരം, നാശത്തിലേക്ക്. 33.
പിതാവിൻ്റെ നിദ്ര അപഹരിക്കുന്നത് എന്താണ്? ഉത്തരം മകളെക്കുറിച്ചുള്ള വിചാരം. 34. പിതാവിനെ ശത്രുക്കളുടെ പരിഹാസപാത്രമാക്കുന്നത് ആരാണ്? ഉത്തരം ദുശ്ശാഠ്യക്കാരിയായ പുത്രി. 35. എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്താണ്? 42-16 കർത്താവിൻ്റെ മഹത്വം. 36. 42-21 പ്രകാരം കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത് എന്താണ്? ഉത്തരം അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ. 37. കർത്താവിന് ആരെയാണ് ആവശ്യമില്ലാത്തത്? ഉപദേശകരെ. 42-21. 38. ഡാഷ് എത്ര മഹനീയ ദൃശ്യമാണ്? ഉത്തരം സ്വർഗം. 43-1. 39. ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നത് എന്താണ്? ഉത്തരം ഉത്സവ ദിനങ്ങൾ. 43-7. 40. ജലാശയങ്ങളുടെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന മഞ്ഞുകട്ടയെ ജലം അണിയുന്നത് എപ്രകാരമാണ്? ഉത്തരം പടച്ചട്ട പോലെ. 43-20. 41. ഡാഷ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു. ഉത്തരം മഞ്ഞ്. 43-22. 42. അബ്രാഹത്തിൻ്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്യാനുണ്ടായ കാരണം എന്തായിരുന്നു? ഉത്തരം പരീക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വസ്തത തെളിയിച്ചതുകൊണ്ട്. 43. എന്തെല്ലാം കൊണ്ടാണ് കർത്താവ് മോശയെ വിശുദ്ധീകരിച്ചത്? ഉത്തരം വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട്. 45-4. 44. ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. ആർക്ക്? ഉത്തരം അഹറോന്. 45-22. 45. ഫിനെഹാസ് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിച്ചത് എപ്രകാരമാണ്? ഉത്തരം ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട്. 45-23. 46. പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമി ആരായിരുന്നു? ഉത്തരം ജോഷുവ. 47. ജോഷുവ യുദ്ധം ചെയ്യുന്നത് എവിടെയെന്നാണ് ജനതകൾ മനസ്സിലാക്കിയത്? ഉത്തരം ദൈവ സന്നിധിയിൽ. 48. കർത്താവ് കാലബിന് കൊടുത്ത ശക്തി എപ്പോൾ വരെയാണ് നിലനിന്നത്? ഉത്തരം വാർദ്ധക്യം വരെ. 46-9. 49. ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല, ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം സാമുവേലിൻ്റെ. 46-19. 50. ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തെരഞ്ഞെടുക്കപ്പെട്ടത് എങ്ങനെയാണ്? ഉത്തരം സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ. 51. എന്ത് ആർത്തു വിളിച്ചുകൊണ്ടാണ് ജനം ദാവീദിനെ മഹത്വത്തിൻ്റെ കിരീടം അണിയിച്ചത്? ഉത്തരം 10000ങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന്. 47-6. 52. എതിരാളികളായ ആരെയാണ് ദാവീദ് നശിപ്പിച്ചത്? ഉത്തരം ഫിലിസ്തീരെ. 47-7. 53. പ്രവാചകനായ ഏലിയായുടെ വാക്കുകൾ ജ്വലിച്ചത് എപ്രകാരമാണ്? ഉത്തരം പന്തം പോലെ. 48-1. 54. സീനായിൽ വച്ച്
ഭീഷണികളും ഹോറബിൽ വച്ച് പ്രതികാരത്തിൻ്റെ വിധികളും ശ്രവിച്ച പ്രവാചകൻ ആര്? ഉത്തരം ഏലിയ. 48:7. 55. അത്യുന്നതൻ്റെ നിയമം നിരസിച്ചതിനാൽ അസ്തമിച്ച രാജവംശം ഏതാണ്? ഉത്തരം യൂദാ രാജവംശം. 49:4. 56. വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരം തീ വയ്ക്കപ്പെടും എന്ന് പ്രവചിച്ചിരുന്ന പ്രവാചകൻ ആര്? ഉത്തരം ജെറമിയ. 49:6. 57. അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ആര്? ഉത്തരം ജെറമിയ. 49:7. 58. ശിമയോൻ പുതുക്കി പണിത് കോട്ട കെട്ടി സംരക്ഷിച്ചത് എന്ത്? ഉത്തരം ദേവാലയം. 50:1. 59. ധൂപകലശത്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെയും രത്നഖചിതമായ സ്വർണത്തളിക പോലെയും പ്രശോഭിച്ചത് ആരാണ്? ഉത്തരം ശിമയോൻ. 50:9. 60. ഉപദേശങ്ങൾ അനുവർത്തിക്കുന്നവനെ നയിക്കുന്നത് എന്താണ്? ഉത്തരം കർത്താവിൻ്റെ പ്രകാശം. 50:29. 61. കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം എന്തു പറയുവാനാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത്? ഉത്തരം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന്. 17:10. 62. ഡാഷ് ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും. ലൂക്ക 17:26 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം നോഹയുടെ. 63. ലൂക്ക 18:3 അനുസരിച്ച് പട്ടണത്തിലുണ്ടായിരുന്ന വിധവ ന്യായാധിപൻ്റെ അടുത്ത് വന്ന് അപേക്ഷിച്ചത് എന്ത്? ഉത്തരം എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തിത്തരണമേ എന്ന്. 64. ഫരിസേയനും ചുങ്കക്കാരനും എന്ന ഉപമയിലെ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു? ഉത്തരം ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ. 65. ചുങ്കക്കാരൻ എപ്രകാരമാണ് പ്രാർത്ഥിച്ചത്? ഉത്തരം ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട്. 66. രാജപദവി സ്വീകരിക്കുന്നതിനു വേണ്ടി പോയ പ്രഭു തൻ്റെ ഭൃത്യരെ വിളിച്ച് 10 നാണയം ഏൽപ്പിച്ചിട്ട് താൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് എന്ത് ചെയ്യുവിൻ എന്നാണ് പറഞ്ഞത്? ഉത്തരം വ്യാപാരം ചെയ്യുവിൻ. 67. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. അധ്യായവും വാക്യവും എഴുതുക. ലൂക്ക 18:14. 68. ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം ലൂക്ക 19:26. 69. ഡാഷ് എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ്. ലൂക്ക 20:36 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം പുനരുത്ഥാനത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ. 70. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുക. അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം ലൂക്ക 20:43. 71. അവർ വാളിൻ്റെ വായ്ത്തലയേറ്റ് വീഴുകയും
എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും. വിജാതീയരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ അവർ ജെറുസലേമിനെ ചവിട്ടിമെതിക്കും. അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം ലൂക്ക 21:24. 72. മനുഷ്യപുത്രന്റെ ആഗമന സമയത്ത് ജനപദങ്ങളിൽ സംഭ്രമം ഉളവാക്കുന്നത് എന്ത്? ഉത്തരം കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ. 73. ഭൂവാസികൾ അസ്തപ്രജ്ഞരാകും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട്. 74. ലൂക്ക 22:16 ഉദ്ധരിക്കുക. ഉത്തരം ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല. 75. ലൂക്ക 22:24 അനുസരിച്ച് ശിഷ്യന്മാരുടെ ഇടയിലുണ്ടായിരുന്ന തർക്കം എന്തായിരുന്നു? ഉത്തരം തങ്ങളിൽ വലിയവൻ ആരാണ് എന്നതിനെ പറ്റി. 76. നിന്റെ കൂടെ കാരാഗൃഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ശിഷ്യൻ ആര്? ഉത്തരം പത്രോസ്. 77. അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് എന്നിൽ നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു. അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം ലൂക്ക 22:37. 78. ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം ലൂക്ക 23:28. 79. ലൂക്ക 23:37 എഴുതുക. ഉത്തരം നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. 80. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് യേശുവിനെ തിരിച്ചറിയാൻ സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നതുകൊണ്ട്. 81. രക്ഷയുടെ സദ്വാർത്ത എന്താണ്? ഉത്തരം സത്യത്തിൻ്റെ വചനം. 82. എഫേസോസ് 1:10 പ്രകാരം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാത്തിനെയും ഒന്നിപ്പിക്കുന്നത് എപ്പോഴാണ്? ഉത്തരം കാലത്തിൻ്റെ പൂർണ്ണതയിൽ. 83. വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിൽ മുദ്രിതരായിരിക്കുന്നത് ആരാണ്? ഉത്തരം രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നമ്മൾ. 84. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച് സ്വർഗത്തിൽ എവിടെയാണ് ഇരുത്തിയത്? ഉത്തരം ദൈവത്തിൻ്റെ വലതുവശത്ത്. 85. എഫേസോസുകാർ മൃതരായിരുന്നത് എപ്രകാരമാണ്? ഉത്തരം അപരാധങ്ങളും പാപങ്ങളും മൂലം. 86. അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപി ഏതാണ്? ഉത്തരം അന്തരീക്ഷ ശക്തികളുടെ അധീശൻ. 87. എഫേസോസ് 2:12 ക്രിസ്തുവിനെ അറിയാത്തവരും ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവരുമായിരുന്നു എന്ന് പറയുന്നത് ആരെ പറ്റിയാണ്? ഉത്തരം വിജാതീയരായിരുന്ന എഫേസോസുകാരെ പറ്റി. 88. ആരിലൂടെയാണ് പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നത്? ഉത്തരം ക്രിസ്തുവിലൂടെ. 89. വിജാതീയർ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാക്കുകളായത് എപ്രകാരമാണ്? ഉത്തരം സുവിശേഷത്തിലൂടെ.
90. ദൈവം എങ്ങനെയാണ് ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നത്? ഉത്തരം തൻ്റെ ആത്മാവിലൂടെ. 91. ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ മനുഷ്യർക്ക് നൽകിയത് എന്താണ്? ഉത്തരം ദാനങ്ങൾ. 92. വിജാതീയർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടത് എപ്പോഴാണ്? ഉത്തരം ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ചപ്പോൾ. 93. നിങ്ങൾ ആരെ ധരിക്കുവിൻ എന്നാണ് എഫേസോസ് 4:24 പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ പുതിയ മനുഷ്യനെ. 94. നിങ്ങളുടെ കോപം എപ്പോൾ വരെ നീണ്ടുപോകരുതെന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം സൂര്യൻ അസ്തമിക്കുന്നത് വരെ. 95. ക്രിസ്തു എങ്ങനെയാണ് നമുക്ക് വേണ്ടി തന്നെ ദൈവത്തിന് സമർപ്പിച്ചത്? ഉത്തരം സുരഭില കാഴ്ചയും ബലിയുമായിട്ട്. 96. മ്ലേച്ഛത, വ്യർത്ഥഭാഷണം, ചാബല്യം ഇവയ്ക്ക് പകരം ഉചിതമായിട്ടുള്ളത് എന്താണ്? ഉത്തരം കൃതജ്ഞതാ സ്തോത്രം. 97. സഭയെ സ്നേഹിച്ച ക്രിസ്തു എന്തിനു വേണ്ടിയാണ് തന്നെ സമർപ്പിച്ചത്? ഉത്തരം സഭയെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി. 98. എല്ലാ കാര്യങ്ങളിലും ഭാര്യമാർ എങ്ങനെയാണ് ഭർത്താവിന് വിധേയരായിരിക്കേണ്ടത്? ഉത്തരം സഭ ക്രിസ്തുവിന് വിധേയയായിരിക്കുന്നത് പോലെ. 99. എഫേസോസ് 6:8 പ്രകാരം നല്ല പ്രവൃത്തികൾക്ക് ഓരോരുത്തർക്കും തക്ക പ്രതിഫലം ലഭിക്കുന്നത് ആരിൽ നിന്നാണ്? ഉത്തരം കർത്താവിൽ നിന്ന്. 100. എന്തിനു വേണ്ടിയാണ് പൗലോസ്ലീഹ തിക്കിക്കോസിനെ എഫേസോസിലേക്ക് അയച്ചത്? ഉത്തരം സ്ലീഹായുടെ വിശേഷങ്ങൾ അറിയിക്കാനും അവരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടി. ഈ 100 ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ നല്ലവണ്ണം പഠിക്കണം. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവർക്കും 2025 ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്കുള്ള ആശംസകൾ. എല്ലാവരും നന്നായി ഉത്തരം എഴുതണം. വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. അപ്പം വരെ നിങ്ങൾക്ക് ബൈ.